നമസ്കാരം ഗൈസ്, വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറയാം. 2 ദിവസം ലേറ്റാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ലേറ്റായി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് എന്തോ ഒരു മന്ദത കയറിയിട്ടുണ്ട്. നമുക്ക് വേഗം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉള്ള ഓഫേഴ്സ് പറയാം. ആദ്യം ലാപ്ടോപ്പ് പറയുന്നതായിരിക്കും. ലാപ്ടോപ്പിൻ്റെ സ്പെക്സും ചെറുതായിട്ട് ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് സ്പെക്സ് പറയും. ഫോണിൻ്റെ ഒന്നും ഞാൻ സ്പെക്ക് പറയാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് പ്രൈസും ആ ഫോണിൻ്റെ പേരും മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. സ്പെക്കൊക്കെ നമുക്ക് ഇതിൽ കാണാം, കാരണം എല്ലാത്തിനും സ്പെക്ക് പറയുകയാണെങ്കിൽ വീഡിയോ 1 മണിക്കൂർ കൊണ്ടും ചിലപ്പോൾ തീർന്നൊന്നും വരില്ല. സോ നമുക്ക് പെട്ടെന്ന് തൊട്ടുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമ്മറിൻ്റെ ഭാഗമായിട്ട്. ഇത് ഓഫർ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല, കാരണം വളരെ ഇപ്പോൾ ഒരു 100 ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ 1-2 സാധനങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റ് ഓഫറായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആമസോണിലാണെങ്കിൽ, SBIൻ്റെയും പോകുന്നുണ്ട് ആമസോണിൽ. ക്രെഡിറ്റ് കാർഡാണ് മെയിനായിട്ട്. ആമസോണിൽ ഏതോ 1-2 ഫോൺ ഞാൻ കണ്ടു എല്ലാ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചാലും കിട്ടും. ഇനി ഈ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ SBIൻ്റെ കാർഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏതോ 1-2 ഫോണിലെന്തോ അതും കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് പരസ്യമേ കണ്ടിട്ടുള്ളൂ, HDFCൻ്റെ കാർഡ് ഉപയോഗിച്ചാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് ബാങ്കുകളുടെ കാർഡ് ഉപയോഗിച്ചാൽ പിന്നെ SBI ആണെങ്കിൽ ഇതുള്ളത് അത്യാവശ്യം ആൾക്കാരുടെ കയ്യിലുള്ളത്, ബാക്കിയൊക്കെ അധികം ആരുടെയും കയ്യിലില്ലാത്ത കാർഡുകൾ ഉപയോഗിച്ച്, അതും ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് വേണം ഫ്ലിപ്കാർട്ടിൽ ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോൺസിനും. അപ്പം കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വേണം. ചിലതിനൊക്കെ 7000 രൂപയും 4000 രൂപയൊക്കെ എക്സ്ട്രാ ഓഫ് വരും ഈ കാർഡ് ഉപയോഗിച്ചാൽ. അപ്പോൾ സത്യത്തിൽ ഡയറക്റ്റ്ലി ഓഫർ അല്ല, ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓഫർ, ഒരു പ്രൊമോഷനാണ് സമ്മർ സെയിൽ എന്നുള്ളതിൽ നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും പറയാം, ഫ്ലിപ്കാർട്ട് 1-ാം തീയതി 2-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്, അതേ സമയത്ത് തന്നെ ആമസോണും തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ 2 ദിവസം ലേറ്റാണ്. നമ്മൾ ബാക്കി ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലാപ്ടോപ്പ് സെക്ഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ പറയുന്ന പ്രൈസ് ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക, ചില വ്യത്യാസങ്ങൾ പെട്ടെന്ന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോസിലും കൂടി പ്രൈസസ് നോക്കുക. ഇനി അതും കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷേ കാണുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈസ് വേറെയായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളും ഫ്ലക്ച്വേഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതും കൂടി അറിഞ്ഞിരിക്കുക. ലാപ്ടോപ്സ് നോക്കുകയാണെങ്കിൽ HP 15S വരുന്നുണ്ട്, ഒരു നല്ല ലാപ്ടോപ്പാണ്. 46,990 രൂപ. പിന്നെ 3000 സംതിങ് SBI കൂടി ചേർത്താൽ ഓഫർ കിട്ടുന്നുണ്ട്. Core i5 1235GB, അതായത് 12th Gen ആണ്. U ആണ് സീരീസ്, അതായത് H സീരീസ് ഒന്നുമല്ല, ഒരു നോർമൽ ഉപയോഗം കാര്യങ്ങൾക്കുള്ളതാണ്. 8GB RAM, 512GB SSD, Windows 11 വരുന്നുണ്ട്. പിന്നെ IRIS X ആണ് ഗ്രാഫിക്സ് വരുന്നത്. ചെറിയ കാര്യങ്ങൾക്കും പിന്നെ ഒരു ക്രിയേറ്റർ പർപ്പസ് അങ്ങനെയുള്ളതിനാണ്, ഭയങ്കര ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് ഒന്നുള്ളതല്ല. ഏകദേശം 50,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ചോയ്സാണ്. പിന്നെ Acer Swift Go 14 Evo OLED സ്ക്രീൻ വരുന്നൊരു ലാപ്ടോപ്പ് വരുന്നുണ്ട്. Core i5 തന്നെയാണ്, H സീരീസാണ്, 13th Gen ആണ്, 13500H ആണ് വരുന്നത്. പിന്നെ 512 SSD, Windows 11, 16GB RAM. അതും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതും ഒരു ഗെയിമിംഗ് എന്നുള്ള രീതി പറയാൻ പറ്റില്ല. H സീരീസ് ആണെന്നുള്ളത് ക്രിയേറ്റർ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 60,000 രൂപ രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ഫ്ലുവൻസിയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ SBI ഒക്കെ ഉപയോഗിച്ചാൽ 3.5K എന്തോ എക്സ്ട്രാ ഓഫർ കിട്ടുന്നുണ്ട്. പിന്നെ Lenovo IdeaPad Slim 3 എന്ന് പറഞ്ഞിട്ട് ലാപ്പ് വരുന്നുണ്ട്. അതും i5 ആണ്, 13420H സീരീസ്, 13th Gen, 16GB RAM, 512GB SSD, Windows 11. പിന്നെ 5000 രൂപയുടെ എക്സ്ട്രാ ഓഫർ നിങ്ങൾക്ക് SBIയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം 55,000 രൂപ എഫക്റ്റീവ് പ്രൈസിൽ കിട്ടും, വലിയ കുഴപ്പമില്ല. പിന്നെ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ HP Victus ഉണ്ട്, i5 12th Gen H സീരീസ്, 450H ആണ്, 8GB RAM, 512 SSD, RTX NVIDIA GeForce RTX 2050 ആണ് വരുന്നത്. ഒരു ബേസിക് ലെവൽ ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് പറ്റും. 4GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. Windows 11 54,990 രൂപയാണ്. ഇനി നിങ്ങൾക്ക് 7000 രൂപയുടെ എക്സ്ട്രാ ഓഫർ, 7000 സംതിങ് രൂപയുടെ എക്സ്ട്രാ ഓഫർ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഏകദേശം 45 ആ ഒരു റേഞ്ചിൽ നല്ല ലാപ്ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 7000 രൂപ കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും സത്യം പറഞ്ഞാൽ. Asus VOOG Pro കിട്ടുന്നുണ്ട്, OLED സ്ക്രീനാണ്, Ryzen 7 ഇതാണ്. 60,000 ആ റേഞ്ചിൽ ഇതിലൊരു Ryzen 7 വരുന്നത്, കുറച്ചുകൂടി നല്ല CPU വരുന്നത്. അതും 5800HS ആണ്, H സീരീസ് ആണ് വരുന്നത്. 16GB RAM, 512GB SSD, RTX 2050 തന്നെയാണ് ഇവിടെയും വരുന്നത്. 4GB ഗ്രാഫിക്സ് കാർഡ്, ഒരു എൻട്രി ലെവൽ ഗെയിമിങ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പറ്റും. 60,000 രൂപ. പിന്നെ 4K 4000 രൂപയും കൂടി ഓഫർ SBI കാർഡിൽ കിട്ടുന്നുണ്ട്. അപ്പം ഏകദേശം 55,000 56,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. Asus VivoBook Pro ആണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ HP Omen 15 ഉണ്ട്, HP Omen 15 അല്ല i5 നൽകിയത്, HP Omen ആണ് ലാപ്ടോപ്പ്.
i5 13420H 16 GB റാം, അതും i5 H സീരീസ് ആണ് കേട്ടോ. 16 GB റാം, 512 SSD, RTX 4050, ഇത് കുറച്ചുകൂടി ഹൈ റേഞ്ച് സംഭവമാണ് 4050. പിന്നെ അതും 89,000 രൂപയാണ്. അപ്പോൾ കുറച്ചുകൂടി കയറിയ സാധനമാണിത്, വലിയ കുഴപ്പമില്ല. 5000 രൂപയുടെയും കൂടി ഓഫർ വരുന്നുണ്ട്. അപ്പോൾ 85,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലെനോവോ LOQ, അത് ഗംഭീര സംഭവമാണ്. 12450 HX ആണ്, അത് നല്ല കാര്യം. HX തന്നെ വരുന്നുണ്ട്. 144 Hz സ്ക്രീന്, 16 GB റാം, 512 SSD, RTX 3050, അതും കുറച്ച് 40 ആ രീതിയിൽ വരില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം പേര് കേട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. 8GB അല്ല 6GB ആണ് വരുന്നത്. 67,990. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി 3000 രൂപയുടെ ഏകദേശം ഓഫർ വരുന്നുണ്ട്. ഇത് ആമസോണിലാണ് പോകുന്നത്. ഇതിന് മുന്നേ പറഞ്ഞ ലാപ്ടോപ്പ് മൊത്തം നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലായിരുന്നു. ഈ ലെനോവോ LOQ മാത്രം നിങ്ങൾക്ക് ആമസോണിലാണ് കിട്ടുന്നത്. അതാണ് ലാപ്ടോപ്പിൻ്റെ കാര്യം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം കുറച്ച് ദിവസം വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് വയ്യായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫ്ലുവൻസിയുടെ പ്രശ്നമുണ്ട്. ഇനി ഫോൺ ടാബ് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ടാബ് പറയാം. ഗാലക്സി S9 FE S Pen ഒക്കെ കൂടെ വരുന്നുണ്ട്. 31K നിങ്ങൾക്ക് കിട്ടും. 31Kൻ്റെ കൂടെ നിങ്ങൾക്ക് 7K ICICI ബാങ്കിൻ്റെ ഓഫറും വരുന്നുണ്ട്. ആമസോണിലാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 31 + 7K എന്ന് പറയുമ്പോൾ നല്ലോണം നിങ്ങൾക്ക് കുറഞ്ഞിട്ടോ, നല്ലൊരു ചോയ്സാണ് തീർച്ചയായിട്ടും. പിന്നെ iPad 10th Gen വരുന്നുണ്ട് 48,000 രൂപയ്ക്ക്. അത് 2,000 രൂപ എക്സ്ട്രാ ഓഫറും വരുന്നുണ്ട്. A14 Bionic ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു ഓഫർ തന്നെയാണ്. പിന്നെ Xiaomi Pad 6 വരുന്നുണ്ട് ഏകദേശം 25,000 രൂപ റേഞ്ചിൽ. അതും കുഴപ്പമില്ലാത്തൊരു പാഡ് തന്നെയാണ്. ഇനി ഫോൺ റേഞ്ചിലേക്ക് കിടക്കുമ്പോൾ ഫോൺ ഞാൻ ചടപടേന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുക, കാരണം സ്പെക്കൊന്നും പറയാൻ സമയമില്ല. ഫസ്റ്റ് ഐഫോൺസിനെ കുറിച്ച് പറയുന്ന സമയത്ത് iPhone 15 64,000, ഏകദേശം കാർഡും കൂടി ആഡ് ചെയ്താൽ 60,000. 14 Plus കാർഡും കൂടി ആഡ് ചെയ്താൽ 58,000. 14 കാർഡും കൂടി ആഡ് ചെയ്താൽ ഒരു 2,000 രൂപേൻ്റെ കാർഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 60,000 ഏകദേശം. പിന്നെ 12 കിട്ടുന്നുണ്ട്, 41K കാർഡും കൂടി ആഡ് ചെയ്താൽ 2,000 കൂടി ഓഫ് കിട്ടും. പിന്നെ 13 വരുന്നുണ്ട് ഐഫോൺ, അത് 47K ആണ്, അത് ആമസോണിലാണ് വരുന്നത്. ബാക്കി ഐഫോൺസ് മൊത്തം ഞാൻ പറഞ്ഞത് ഫ്ലിപ്കാർട്ടിലായിരുന്നു. ഈ 13 മാത്രം ഫ്ലിപ്കാർട്ടിലും വരുന്നുണ്ട്, പക്ഷേ ആമസോണിലാണ് കുറച്ചുകൂടി നല്ല ഓഫർ വരുന്നത്. 13 നിങ്ങൾക്ക് 47Kക്കാണ് കിട്ടുന്നത്, ഏകദേശം 750 രൂപയും കൂടി ICICIയിൽ കിട്ടും. അപ്പം 46K നിങ്ങൾക്ക് 13 കിട്ടും, അതൊരു നല്ല കാര്യം തന്നെ. 46K. ഇനി ബാക്കി ജസ്റ്റ് ചറപറ എന്ന് പറയാം, 15,000 20,000 രൂപ ആ റേഞ്ചിൽ Realme P1 സീരീസ് വരുന്നുണ്ട്. പിന്നെ പോക്കോ X6ഉം X6 Proയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. X6 നിങ്ങൾക്ക് 19,000 രൂപ പ്ലസ് 1,500 എക്സ്ട്രാ ഓഫർ. പിന്നെ പോക്കോ X6 Pro നിങ്ങൾക്ക് 26,000 രൂപ പ്ലസ് 1,300 ഓഫർ. അത് ഗ്രേറ്റ് ഡീലാണ് പോക്കോ X6 Pro എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആ MediaTekൻ്റെ Dimensity 8300 എന്താ കിട്ടുന്നുണ്ട്. ഗ്രേറ്റ് ഗെയിമിംഗ് ആയിരിക്കും, പക്ഷേ വിശ്വാസക്കുറവിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മദർ ബോർഡ് കത്തിപ്പോവോ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. സംഭവം കൊള്ളാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ Edge 40 Neo വരുന്നുണ്ട്, ഏകദേശം 23,000. 20,000 കിട്ടും ഏകദേശം, കാരണം കാർഡും കൂടി ഉപയോഗിച്ചാൽ. ഈ കാർഡ് എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്, എല്ലാത്തിനും കാർഡ് അപ്ലിക്കബിൾ ആണ്. ഏതോ 1-2 മാത്രമേ എക്സെപ്ഷൻ വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ലൊരു ഓഫർ ആണ് S23 FE വരുന്നത്, പക്ഷെ അത് Exynos ആണെന്നുള്ളൊരു പോരായ്മ മാത്രമേ ആ ഫോണിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. 35,000 രൂപയ്ക്കാണ് കിട്ടുന്നത്, പ്ലസ് 1,300 ഓഫർ കിട്ടുന്നുണ്ട്. പക്ഷേ Exynos ആണ്, ചിന്തിച്ചും കണ്ടും നോക്കിയും കണ്ടൊക്കെ എടുക്കുക. Infinix Note 40 Pro വരുന്നുണ്ട് 22,000 രൂപയ്ക്ക് പ്ലസ് 1,100 കാർഡിൻ്റെ ഓഫ്. പിന്നെ Pixel 7a Pixel 8 വരുന്നുണ്ട്. Pixel 7aയും 8 ഞാൻ എടുക്കാൻ പറയില്ല. Pixel 7aക്ക് കണക്ടിവിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. സോ ഐ വോണ്ട് റെക്കമെൻഡ് ഇറ്റ്. 32,000 രൂപയാണ്. Pixel 8 50,000 രൂപയാണ്. അതിന് ഞാൻ എടുക്കേണ്ടെന്ന് പറയുന്ന കാര്യം, 50,000 രൂപയ്ക്ക് Pixel 8 എടുക്കേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട്. പിന്നെ Z Flip 3 വരുന്നുണ്ട് സാംസങ്ങിൻ്റെ. ഫ്ലിപ്പ് ഫോൺ വേണ്ടവർക്ക് അത് നോക്കാം. 37,000 രൂപയ്ക്ക് ഓഫർ, വിത്ത് ഓഫറാണ് 37,000 രൂപ വരുന്നത്. പിന്നെ Say No to 13 Pro Plus 5G ചാമ്പ്യൻ എഡീഷൻ, ചാമ്പ്യൻ എന്തൊരു എഡീഷനാണ് അത്. അതായത് മെസ്സി ഫാൻസിന് എടുക്കാം, പക്ഷേ അത് 40,000 രൂപ ഏകദേശം വരുന്നുണ്ട്. 35,000-40,000 രൂപ. ആ ഫോണ് തന്നെ 30,000 രൂപയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് വാല്യൂ ഫോർ മണി ആസ്പെക്റ്റിൽ കാണാൻ പറ്റില്ല. പിന്നെ ആ ഒരു സ്പെഷ്യൽ എഡീഷൻ നമ്മൾ 40,000 രൂപയ്ക്ക് ആ ഒരു ഡിസൈനിന് വേണ്ടി എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് വെർത്തായിരിക്കില്ല. ഡിസൈൻ നമ്മൾ 1-2 ആഴ്ച കാണും, പിന്നെ അതങ്ങ് മറക്കും. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, പിന്നെ നമ്മളതങ്ങ് മറക്കും. വെറുതെ 10,000 രൂപ എക്സ്ട്രാ കളയണമെന്ന് നിങ്ങൾ ചിന്തിക്കുക ആ ഡിസൈനിന് വേണ്ടി. അതൊരു കുറച്ചുകൂടി കുറയ്ക്കട്ട പ്രൈസ്, എന്നിട്ട് നമുക്ക് വാങ്ങാം. ഇനി സ്പെഷ്യൽ എഡീഷൻ ആയതുകൊണ്ട് എത്ര കാലം കിട്ടുമെന്ന് അറിയില്ല. ഇഷ്ടമുള്ളവർ കിടക്കാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള. 5,000 രൂപ 10,000 രൂപ ഡിസൈനിന് വേണ്ടി എക്സ്ട്രാ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഓൾറെഡി 30,000 രൂപ ഓവർക്കില്ലാണ് ആ ഫോണിന്. ഈ മെസ്സി ഫാൻസ് എൻ്റെ നെഞ്ചത്തേക്ക് വരരുത് പ്ലീസ്. എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നു എന്നുള്ളൂ.
ഇനിയും ചെറിയ ചെറിയ ഫോണുകൾ പെട്ടെന്ന് തൊട്ടാൽ മോട്ടോ G64 13,000, സാംസങ് F15 11,000, റെഡ്മി 12 10,000, പോക്കോ M6 5G 11,000, വിവോ T2X 5G 11,000, M6 Pro 5G 9,000, G34 5G 10,000. G34 അത്യാവശ്യം നല്ല സാധനമാണ്, അത് നോക്കാം. ഈ പറയുന്നതൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. ഇങ്ങനെ പറയാൻ പറ്റൂ, കാരണം ഇങ്ങനെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഞാൻ എന്തായാലും ടൈം എടുത്താലും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ കാണാത്തത് കൊണ്ടല്ല ഞാൻ റിപ്ലൈ തരാത്തത്, ഞാൻ അതിൻ്റെ ആൻസർ തപ്പിയിട്ടേ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുള്ളൂ. അപ്പോൾ 1-2 ദിവസം വൈകുകയാണെങ്കിൽ അത് ആൻസർ തപ്പുമായിരിക്കും ഞാൻ, അല്ലാതെ ഞാൻ കാണാത്തതുകൊണ്ടല്ല. കാരണം യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ എല്ലാ കമൻസും കാണാറുണ്ട്. ഇനി സേ നോ ടു 13 Pro Plus ഞാൻ പറഞ്ഞു. പിന്നെ F55 5G എന്ന് പറയുന്നൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. അതിനും നോ വിട പറയുക, കാരണം എടുക്കേണ്ട ആവശ്യമില്ല. അത് M55ൻ്റെ നേരെ റീബ്രാൻഡഡ് ആണ്. അതും ഏകദേശം പ്രൈസ് തന്നെയായിരിക്കും, പ്രൈസ് റിവീൽഡ് അല്ല. അപ്പം M55ൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാർഡിലും കൊടുത്തേക്കാം. കാർഡിൽ ഞാൻ ചിലപ്പോൾ കൊടുക്കില്ല, എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി മോട്ടോ എഡ്ജ് 50 Pro വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, 31,000 രൂപയാണ്, 4,000 എക്സ്ട്രാ ഓഫർ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്നല്ല, അത്യാവശ്യം നല്ല ചോയ്സ് തന്നെയാണ്. കാരണം IP68 പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് ആക്സസ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4,000 രൂപയും കൂടി ഓഫർ കിട്ടും. അപ്പോൾ ഏകദേശം 28,000 26,000 രൂപയ്ക്കൊക്കെ കിട്ടും, 27,000 ഒക്കെ. അത് നല്ല അടിപൊളി സംഭവമാണ്, 27,000 രൂപയ്ക്ക്. പിന്നെ ആമസോണിൽ ഇനി ഫോൺ ഓഫറുകൾ നോക്കുകയാണെങ്കിൽ നോർഡ് CE3 19,000, നോർഡ് CE4 OnePlus 25,000 പ്ലസ് 1,750ൻ്റെ ICICI ഓഫ് വരുന്നുണ്ട്. ഒരു നോർമൽ കുറച്ചുകൂടി കുറഞ്ഞ് കിട്ടും. പിന്നെ M14 വരുന്നുണ്ട് 10,000 രൂപയ്ക്ക്. നല്ല ചോയ്സാണ്, നല്ല അടിപൊളി സംഭവമാണ് M14. അത് 17,000 രൂപയ്ക്കാണ് ഇറങ്ങിയിരുന്നത്, 10,000 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. നാർസോ 70X 5G 11,000 നോർമൽ. പിന്നെ IQ Z9 5G 18,000. അത് നോർമൽ പ്രൈസാണ്, അവർ ഓഫർ എന്ന് പറയുന്നുണ്ട്, നോർമൽ പ്രൈസാണ്, എനിക്കറിയില്ല. പിന്നെ IQ Neo 9 Pro 5G 31,749, 34,000 ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് ഓഫറും കൂടി ചേർത്തിട്ടാണ് 31,749. IQ Neo 9 Pro 31,000-ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പറപ്പിക്കും, അത് ഉറപ്പായിട്ട് പറയാം, അടിപൊളിയായിരിക്കും. 31,000-നൊക്കെ Neo 9 Pro കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് 8 Gen 2 ആണ്, അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതൊക്കെ നല്ല ഓഫറാണ്. പിന്നെ S24 75,000, വലിയ ഓഫറൊന്നുമില്ല. പിന്നെ OnePlus 11R, അതായത് ഓഫർ ഉണ്ട് പക്ഷേ 75 ഉണ്ട് അതിന്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടു. OnePlus 11R അത് കിടുക്ക് സാധനം, കാരണം 30,000 പ്ലസ് നിങ്ങൾക്ക് 2,000 ഓഫർ വരുന്നുണ്ട്. 28,000 രൂപയ്ക്ക് OnePlus 11R അത് പൊരിക്കും, അതെടുത്തു. ആ 28,000 രൂപയ്ക്ക് എടുത്തു, ഒന്നും നോക്കണ്ട. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഗാലക്സി വാച്ച് 4 10,000 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കണ്ടുപിടിച്ച സാധനം പോക്കോ X6 Pro ഉണ്ട്, OnePlus 11R, IQ Neo 9 Pro, ഇങ്ങനെ 2-3 സാധനങ്ങളാണ്. പിന്നെ ആ പാഡിൻ്റെ അകത്ത് ഗാലക്സി S9 FE, പിന്നെ S23 FE എനിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് എക്സിനോസ് ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിഷയം. പിന്നെ ഐഫോൺ എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് iPhone 12 നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ iPhone 15 എങ്കിലും എടുക്കുക. കാരണം iPhone 12-ന് ബാറ്ററി ലൈഫ് ശോകമാണ്. 5G വരുന്നുണ്ട്, പക്ഷേ ബാറ്ററി ലൈഫ് ശോകമാണ്. അപ്പോൾ വെറുതെ പോയിട്ട് ചാടി കയറി എടുത്ത് വെറുതെ പണി വാങ്ങി വെക്കേണ്ടെന്നാണ് ഞാൻ പറയുക. അപ്പം നോക്കിയും കണ്ട കഴുകുക. ഓഫറാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഫോൺ ചാടി കയറി എടുത്തേക്കരുത്, നല്ലോണം റിസർച്ച് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ പൈസയാണ്, അപ്പം അത് വെറുതെ കൊണ്ടുപോയി കളയാതിരിക്കുക. അതിന് വേണ്ടിയാണ് എന്നെപ്പോലുള്ളവർ ഇവിടെ കിടന്ന് കൊണയടിക്കുന്നത്. അപ്പം നിങ്ങൾ, എൻ്റെ അഭിപ്രായം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ടെക് ടു ടെക് മലയാളം, ഞാനാണ് അമർനാഥ്. അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നുപോയി. നിങ്ങൾ ടെക് റിലേറ്റഡ് കണ്ടന്റിനും ഓട്ടോമൊബൈൽ റിലേറ്റഡ് കണ്ടന്റിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് സൈഡ് ബെല്ലേക്കൺ അവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ഇനി ഓട്ടോമൊബൈൽ കണ്ടന്റ് എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ അത്രയും സൂണാണ്, മെയിൽ തന്നെ എന്തായാലും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.